ഹ്യൂസ്റ്റൺ വോയിസിൻ്റെ ചിക്കാഗോയിൽ നിന്നുള്ള പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് എന്നോടൊപ്പമുള്ളത് ചങ്ങനാശ്ശേരിക്കടുത്ത് വാകത്താനത്തു നിന്നുള്ള ഫാദർ കെ കുര്യാക്കോസ്. അദ്ദേഹം കാലിഫോർണിയയിൽ നിന്ന് ചിക്കാഗോയിൽ വന്നതാണ്. ഞങ്ങളുടെ SB കോളേജിലെ മീറ്റിന് വന്നതാണ്. നമുക്ക് കൂടുതൽ വിവരങ്ങൾ ഫാദർ കെ കുര്യാക്കോസിനോട് ചോദിച്ചറിയാം. പ്ലീസ് വെൽക്കം ഫാദർ. താങ്ക് യു. ഇന്ന് ഇങ്ങനെ ഹ്യൂസ്റ്റൺ വോയിസിൻ്റെ ഇൻ്റർവ്യൂവിന് അവസരം ലഭിച്ചതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും നിങ്ങളോട് നന്ദി പറയുകയും ചെയ്യും. ഇവിടെ ഇപ്പോൾ ചീരംകുളം സ്വദേശി പുതുപ്പള്ളി അടുത്തുള്ള മോനിയുടെ വീട്ടിലാണ്. മോനിയും ഞാനും തമ്മിലുള്ള ബന്ധം അതും വളരെ ദീർഘകാലമായിട്ട് ഉള്ളതാണ്. ഞാൻ BA SB കോളേജിൽ പൂർത്തിയാക്കി പാസ്സായതിനു ശേഷം നേരെ എൻ്റെ സഹോദരൻ്റെ അടുത്തേക്ക് ബാംഗ്ലൂർ ജലഹാലി. അപ്പോൾ ബ്രദർ സിംഗിളായിരുന്നു. അന്ന് ഞങ്ങളുടെ ബന്ധുവായ മോനിയും അവിടെ താമസിച്ചുകൊണ്ട് ബാംഗ്ലൂർ പോളിടെക്നിക്കിൽ പഠിക്കുക. ഞങ്ങൾ 6 മാസം താമസിച്ചു ഒന്നിച്ച്. അതിനുശേഷം ഞാൻ നാട്ടിലേക്ക് തിരിച്ചു പോന്നു. ബാംഗ്ലൂരിൽ പോയതിന് ഒരു ഉദ്ദേശം ലോ കോളേജ് ചേരണമെന്നുണ്ടായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ തീരുമാനം അതായിരുന്നില്ല. ഞാൻ തിരിച്ച് നാട്ടിൽ പോവുകയും 12 മാസത്തിനകം സെമിനാരിയിൽ ചേരണം എന്നുള്ള ചിന്ത എന്നിൽ ശക്തമായി സ്വാധീനിച്ചു. അങ്ങനെ ഞാൻ സെമിനാരിയിൽ ചേർന്നു. കോട്ടയം ഓർത്തഡോക്സ് തിയോളജിക്കൽ സെമിനാരി. അന്ന് പ്രസിദ്ധനായ പൗലോസ് ഗ്രിഗോറിയോസ്, അദ്ദേഹം അന്ന് മെത്രാൻ സ്ഥാനത്ത് ആയിട്ടില്ല. അദ്ദേഹം അതുപോലെ ഒസ്താത്യോസ് തിരുമേനിയായിത്തീർന്ന ME ജോർജൻ ഇവരൊക്കെ പഠിപ്പിക്കുന്ന കാലമാണ്. ഞങ്ങൾ അവിടുത്തെ സെമിനാരി കോഴ്സ് കഴിഞ്ഞു. ഞാൻ പുറത്തിറങ്ങി. സെമിനാരിൽ ഞാൻ SB കോളേജിൽ പഠിക്കുന്ന കാലത്ത് തന്നെ മാങ്ങാനം ആശ്രമത്തിൽ പോകുമായിരുന്നു. കോട്ടയത്ത് അടുത്തുള്ള ക്രൈസ്തവാശ്രമം. അത് ഈ സമാധാനത്തെക്കുറിച്ചുള്ള ഗാന്ധിയൻ പീസ്, ഗാന്ധിയൻ കമ്മ്യൂണിറ്റി, ഇങ്ങനെയുള്ള സംഗതികളിൽ ഗാന്ധിയൻ കമ്മ്യൂണിറ്റിയെ പ്രത്യേകിച്ച് എക്സ്പെരിമെൻ്റ് നടത്തുന്ന ഒരു പ്രോഗ്രാംസ് ആചാര്യ റവറൻ KK ചാണ്ടിക്കുണ്ടായിരുന്നു. ഭൂദാൻ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവായിരുന്ന ഭൂദാൻ, അതായത് ലാൻഡ് ഗിഫ്റ്റായിട്ട് കൊടുക്കുക. പ്രത്യേകിച്ച് ഇന്ത്യയിലെ ജന്മികൾക്ക് വളരെ വിശാലമായ കൃഷിഭൂമികളുണ്ട്. അതേസമയത്ത് ഒട്ടും വസ്തുവില്ലാത്ത ആളുകളുണ്ട്. അവരെ സഹായിക്കുന്നതിന് വേണ്ടി ഈ ഭൂമി ദാനം ചെയ്യുന്ന ഒരു വലിയ മൂവ്മെൻ്റ് ആയിരുന്നു ഇന്ത്യയിൽ. അദ്ദേഹം ഒക്കെ മാങ്ങാനം ആശ്രമത്തിൽ വന്ന് താമസിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭൂദാൻ പ്രസ്ഥാനം ആരംഭിക്കുകയും ഇന്ത്യ ഉടനീളം അത് പ്രചരിപ്പിക്കുകയും ചെയ്തിട്ട ആളാണ്. അങ്ങനെ ഈ നോൺ വയലൻസ് അഥവാ അക്രമരാഹിത്യത്തെക്കുറിച്ചുള്ള ചിന്തയാണ് അവിടുന്ന് മാങ്ങാനത്തിൽ നിന്ന് ഉള്ള ഒരു സന്ദേശമായി ലോകത്തിന് തന്നെ നൽകിക്കൊണ്ടിരുന്നത്. അക്കാലത്ത് ഇംഗ്ലീഷ് ജേർണൽ അരുണോദയം ഇന്ത്യയിലെ ഈ ചാണ്ടിയച്ചൻ്റെ ലീഡർഷിപ്പിൽ അദ്ദേഹം
വളരെ ഹൈലി എഡ്യൂക്കേറ്റഡ് ആളായിരുന്നു. പഴയ കാലത്ത് നാട്ടിൽ പഠിച്ച് കൂടാതെ മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ പോയി MA ഒക്കെ പഠിച്ചിട്ടുള്ള ആളായിരുന്നു. അതുപോലെ അമേരിക്കയിലും വന്നിട്ടുണ്ട് നേരത്തെ 1950 ഒക്കെ മുമ്പ് തന്നെ. ആ ജേർണലിൽ അവിടെ നിന്നായിരുന്നു എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ എനിക്ക് ഈ നോൺ വയലൻസിനെ, പീസ് ആൻഡ് നോൺ വയലൻസ് ഒരു താല്പര്യമുള്ള വിഷയമായിരുന്നു. ഞാൻ കോട്ടയത്ത് ആ കാലം ഒരു വർഷമൊക്കെ കഴിഞ്ഞ് ബാംഗ്ലൂരിലെ ക്രിസ്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ദ സ്റ്റഡി ഓഫ് റിലിജൻ ആൻഡ് സൊസൈറ്റി CISRS ഡോക്ടർ MM തോമസിൻ്റെ കൂടെ ഒരു വർഷം റിസർച്ച് സ്റ്റുഡൻ്റായിട്ട് താമസിച്ചു. അദ്ദേഹം WCCയുടെ ചെയർമാനും ഒക്കെ ആയിരുന്ന ഏഷ്യയിലെ വലിയൊരു തിങ്കർ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ഹ്യൂമനൈസേഷൻ ആൻഡ് സാൽവേഷൻ എന്നുള്ള ബുക്ക് വളരെ പ്രസിദ്ധമാണ്. MM തോമസിൻ്റെ കൂടെ ഞാൻ ഒരു വർഷം താമസിച്ചു. അത് കഴിഞ്ഞ് ഞാൻ MA പ്രൈവറ്റായിട്ട് എഴുതി. തിരുവല്ലയിലെ പാരലൽ കോളേജിൽ ഒരു വർഷം പഠിപ്പിച്ചു. ആ സമയത്താണ് അമേരിക്കയിൽ പോരുക തക്കവണ്ണം ഒരു വിവാഹം തീരുമാനമായി. അങ്ങനെ വിവാഹം കഴിച്ചു പന്തളത്ത് നിന്ന്. താമസിയാതെ അച്ചമ്പട്ടം ഏറ്റു. ഹൈറേഞ്ചിലെ പള്ളി നടത്തി ഒരു വർഷം. അപ്പോഴത്തന്നെ ഇങ്ങോട്ട് പോരുന്നതിനുള്ള വിസ ശരിയായി. അത് ഒരു വശത്ത്. മറുവശത്ത് സ്റ്റുഡൻ്റായിട്ട് എനിക്ക് ബെർക്ക്ലി യൂണിവേഴ്സിറ്റിയോട് ചേർന്നുള്ള ഗ്രാജുവേറ്റ് തിയോളജിക്കൽ യൂണിയനിൽ അഡ്മിഷൻ കിട്ടി വിത്ത് സ്കോളർഷിപ്പ്. അങ്ങനെ ഞാൻ നാട്ടിൽ നിന്ന് നേരെ 1980 ജനുവരി ആദ്യത്തെ ആഴ്ചയിൽ ബെർക്ക്ലിയിൽ വരികയും അവിടുന്ന് മാസ്റ്റേഴ്സ് എടുത്തു. പിന്നെ PhDക്ക് അപ്ലൈ ചെയ്യാൻ പലത്ത് തുടങ്ങി. ഇവിടെ PhDക്ക് അപ്ലൈ ചെയ്യുന്ന ഹ്യൂമൻ സയൻസിൽ അപ്ലൈ ചെയ്യുന്നവർ അക്കാഡമിക്കലി ക്വാളിഫൈഡ് ആണെങ്കിലും സ്കോളർഷിപ്പ് ഫുൾ തരണമല്ലോ. അപ്പോൾ ഫോറിൻ സ്റ്റുഡൻസിന് സ്കോളർഷിപ്പ് കിട്ടുക വളരെ പ്രയാസമാണ്. അപ്പോൾ ബെർക്ക്ലിയിൽ ഞാൻ ഓർത്തഡോക്സ് ഒരു പള്ളി തുടങ്ങിയായിരുന്നു. അന്ന് 10-15 ഫാമിലീസേ ഉള്ളൂ. അപ്പോൾ ഒരു വർഷം കഴിഞ്ഞിട്ട് ഞാൻ ന്യൂയോർക്കിലേക്ക് മൂവ് ചെയ്തു. അപ്പോൾ അവിടെ യൂണിയൻ തിയോളജി സെമിനാരിയിൽ STM അഡ്മിഷൻ കിട്ടി. അപ്പോൾ STM അഡ്മിഷൻ കിട്ടി. ഞാൻ ഒരു വർഷം അവിടെ പഠിച്ചു കഴിഞ്ഞപ്പോൾ വീണ്ടും അവിടെ സെമിനാരി തന്നെ വലിയ സെമിനാരിയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സെമിനാരിയാണ് ഈ യൂണിയൻ തിയോളജി സെമിനാരി. നാട്ടിൽ നിന്ന് പഴയ കാലത്ത് ബിഷപ്സ് എല്ലാം വന്ന് പഠിക്കുന്ന മർത്തോമ യുഹാനൻ മെത്രാപ്പോലിത്ത ഇവരെല്ലാം പഠിച്ചിട്ടുള്ള സെമിനാരിയാണ്. അവിടെ ഈ സ്കോളർഷിപ്പിൻ്റെ വിഷയത്തിൽ അഡ്മിഷൻ തന്നില്ല. അപ്പോൾ അതിന് ഒരു നേരെ അക്രോസ് ദ സ്ട്രീറ്റാണ് കൊളംബിയയുടെ ടീച്ചേഴ്സ് കോളേജ്, സ്കൂൾ ഓഫ് എഡ്യൂക്കേഷൻ. അറിയാമല്ലോ, ഇവിടുത്തെ വലിയ യൂണിവേഴ്സിറ്റിക്കെല്ലാം സ്കൂൾ ഓഫ് എഡ്യൂക്കേഷൻ, സ്കൂൾ ഓഫ് ലോ, ബിസിനസ് സ്കൂള് എല്ലാം സെപ്പറേറ്റ് ആണല്ലോ. അപ്പോൾ നേരെ ഓപ്പോസിറ്റായിട്ടുള്ള ടീച്ചേഴ്സ് കോളേജ് ചെന്നു. ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ് കണ്ടു. അപ്പോൾ എനിക്ക് ബെർക്ക്ലി മാസ്റ്റേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഓക്കെ, അഡ്മിഷൻ യാതൊരു പ്രശ്നമില്ല. അപ്പോൾ സാധാരണ 3 റെക്കമെൻഡേഷൻ ലെറ്റേഴ്സ് വേണമല്ലോ. അത് വെയ്വ് ചെയ്തിരിക്കുന്നു. താൻ അവിടെ പഠിച്ചല്ലേ, എല്ലാവരും ഒരുപോലെ എഴുതുന്നു, അതുകൂടെ വായിക്കണ്ടേ എന്നും പറഞ്ഞ് അടുത്ത സെമിസ്റ്റർ മുതൽ പഠിക്കാനായിട്ട് സൗകര്യവും കിട്ടി. അവിടെ ഡോക്ടർ കുറച്ച് കോഴ്സ് എടുത്താൽ മതിയായിരുന്നു. പിന്നീട് അത് കഴിഞ്ഞപ്പോൾ ഡിസർട്ടേഷൻ എഴുതണമല്ലോ. ഡിസർട്ടേഷൻ എഴുതുന്ന സമയത്ത് ഞാൻ കൊടുത്തത് ഗാന്ധിയൻ എഡ്യൂക്കേഷൻ തോട്ടാണ്. അപ്പോൾ എനിക്ക് ഗാന്ധി ഒത്തിരി പരിചയമായിരുന്നു. ഞാൻ മാങ്ങാനം ആശ്രമം, കൊടൈക്കനാൽ ആശ്രമം ഇവിടെ എല്ലാം താമസിക്കുകയും മദ്രാസിലൊക്കെ ഈ ഗാന്ധി സെൻറ്റേഴ്സ് ഇടയ്ക്കിടെ ആ സെമിനാരിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് പോയി താമസിക്കുകയും ഗാന്ധിഗ്രാം
ഗാന്ധിഗ്രാം യൂണിവേഴ്സിറ്റി മധുര അടുത്ത് ഡിണ്ടിഗലിൽ അവിടെയൊക്കെ താമസിച്ച് ബുക്കുകൾ വായിക്കും. നല്ല ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ ഡിസർട്ടേഷൻ വളരെ വേഗം എഴുതി, 1-2 വർഷം കൊണ്ട് എഴുതി അതിൻ്റെ വൈഭവമൊക്കെ നടന്ന് ഈസി ആയിട്ട് പാസ്സായി. അപ്പോൾ വൈഭയിൽ 3-4 മണിക്കൂർ എടുക്കുമല്ലോ. 3-4 വലിയ ഇവിടുത്തെ സീനിയർ പ്രൊഫസേഴ്സാണ്. അതിൽ 4 പേരിൽ 2 പേരും. അപ്പോൾ അവർക്കൊക്കെ ഈ ഏരിയ എല്ലാം വളരെ തറവാണ്. അതിൻ്റെ ഗാന്ധിയൻ സ്പെഷ്യലിസ്റ്റ് ഉണ്ടായിരുന്നു, ഡാൽട്ടൺ. അദ്ദേഹം ലണ്ടൻ സ്കൂൾ ഓഫ് എഡ്യൂക്കേഷനിൽ ആണ് PhD രജിസ്റ്റർ ചെയ്ത്. പക്ഷേ ഗാന്ധിയുടെ ശിഷ്യനായിരുന്ന മഹാദേവ് ദേശായിയുടെ കൂടെ 2 വർഷം ഇന്ത്യയിൽ പോയി താമസിച്ച ഇദ്ദേഹത്തിൻ്റെ കൂടെ. അങ്ങനെയൊക്കെ ആളുടെ ഇതാണ്. അപ്പോൾ ഞാൻ ഈ ഫൂദാൻ മൂവ്മെൻറ്റൊക്കെ പറഞ്ഞ് പോലെ ആൻസറിൽ യു നോ ബെറ്റർ ദാൻ മീ എന്ന് കമൻറ്റുമൊക്കെ അടിച്ച് അങ്ങനെ ഡോക്ടറൽ സ്റ്റഡീസുമാണ്. പിന്നെ ഞാൻ ന്യൂയോർക്കിൽ തന്നെ 7 പള്ളികളിൽ ഇരുന്നിട്ടുണ്ട്. 2 പള്ളി എൻ്റെ ലീഡർഷിപ്പിൽ പണിതിട്ടുണ്ട്, പുതിയ പള്ളി. അത് നിങ്ങൾക്കറിയാം, ഈ ഇടവ പൊളിറ്റിക്സ് വലിയ പ്രശ്നങ്ങൾ ഒക്കെ ആയിരുന്നു ഒരിടത്ത്. അപ്പം പള്ളിപ്പണി കഴിഞ്ഞ് 5-6 മാസം കഴിഞ്ഞപ്പം റിലീവ് ഞാൻ ആവശ്യപ്പെട്ടു, അവിടെ നിന്ന് വിട്ടു. വേറൊരു പള്ളി സിറാക്കൂസ്, നയാഗ്രായ്ക്ക് പോകുന്ന വഴിക്കാണ്. സിറാക്കൂസിൽ പണിത്. അവിടെ ചെറിയ പള്ളിയാണ്. അവിടെയും 1-2 വർഷം കൊണ്ട് പള്ളി മേടിക്കാൻ കഴിഞ്ഞു. അവിടെ നമുക്ക് കിട്ടിയ ഒരു അഡ്വാൻറ്റേജ്, പള്ളികൾ സെയിൽ വിൽക്കുക. ഇവിടുത്തെ പള്ളികളിലെ ആളുകൾ ഒഴുകി പോവുകയാണല്ലോ, അവർക്ക് ബിൽഡിംഗ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. മെയിൻറ്റെയിൻ ചെയ്യാൻ. അങ്ങനെ സെയില്, കറക്റ്റ്, ജസ്റ്റ് സെയില്. അപ്പോൾ കുറച്ച് പേര് മേടിക്കാമെന്ന് താല്പര്യം പറഞ്ഞു. എൻ്റെ മുൻഗാമി ഫാദർ മുണ്ടുകുഴി അച്ഛൻ കോറപ്പിസ്കോപ്പ, അദ്ദേഹം തുടങ്ങിയ പള്ളിയായിരുന്നു സിറാക്കൂസ്. അദ്ദേഹത്തിന് കിട്ടിയ പണം മുഴുവൻ പള്ളിക്ക് കൊടുത്തിട്ടാണ്. പള്ളികളിൽ നിന്ന് കിട്ടിയ പണം മുഴുവൻ വേറെ ഫണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പണം 2 പള്ളികൾക്കായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ന്യൂയോർക്കിൻ്റെ ക്യാപിറ്റലായ ആൽബനിയിലൊന്ന്, സിറാക്കൂസും. അങ്ങനെ കുറേ ഫണ്ടുണ്ടായിരുന്നു. അപ്പം ആ ഫണ്ട് അതുപോലെ ഞാൻ ഇട്ടിട്ട് ഈ പള്ളി മേടിക്കുന്നതിന് പള്ളിക്കുന്ന് പണവും പിരിച്ചു, ആളുകളിൽ നിന്ന് പിരിച്ച് മേടിച്ചു. അപ്പോൾ ആ കാലത്ത് മുതൽ എനിക്ക് ഓർത്തഡോക്സ് സ്റ്റഡീസ് ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങണം, ഓറിയൻ്റൽ ഓർത്തഡോക്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അതിനുള്ള കാരണം, ഈ ഇന്ത്യയിൽ നിന്ന് ഹയർ സ്റ്റഡീസിന് പോകുന്നവരൊക്കെ ഈ സ്കോളർഷിപ്പ് കിട്ടാൻ വളരെ വിഷമിക്കും. അതുകൊണ്ട് റോമിൽ പലരും പോകും. യൂണിവേഴ്സിറ്റി പാരീസ് വലിയ, അന്ന് ഓക്സ്ഫോർഡിനേക്കാളും പ്രസിദ്ധമായിരുന്നു 15, 16, 17 നൂറ്റാണ്ടുകളിലൊക്കെ യൂണിവേഴ്സിറ്റി പാരീസ്. അത്ര തിയോളജി പഠിക്കാനാണ്. തിയോളജി പഠിക്കണമല്ലോ. സെമിനാരി പഠിപ്പിക്കുന്നവർക്ക് ആരാധന, പിന്നെ ബൈബിൾ ഹയർ അഡ്വാൻസ് ആയിട്ട് പഠിക്കണം, തിയോളജി പഠിക്കണം. ഇതെല്ലാം എന്നിട്ടല്ലേ ഇവർ ഇന്ത്യയിലെ സെമിനാരികളിൽ നിന്ന് പഠിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതൊരു വിഷയമായിരുന്നു. ഞാനും പ്രിൻസണിൽ അപേക്ഷിച്ചിട്ടുണ്ട്, യൂണിയൻ തിയോളജി സെമിനാരി, ബെർക്കിലി. അപ്പം ബെർക്കിലിൽ അന്ന് ഒന്നും ഒരു വിഷമില്ല അന്ന് കിട്ടിയായിരുന്നു. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഇൻസ്റ്റിറ്റ്യൂട്ട് നമുക്ക് തുടങ്ങണം. അപ്പം കൂട്ടുപിടിച്ചു എല്ലാ ഓറിയൻ്റൽസും, അതായത് എത്യോപ്യന്, എരിട്രിയൻസ്, അർമീനിയൻസ്, കോപ്റ്റിക്, ഈജിപ്തുകാർ, സിറിയൻസ്, ഇന്ത്യൻ, എല്ലാവരുടെയും ബിഷപ്സ് ഉണ്ട്. അത് ഗ്രൂപ്പിസം ഒന്നുമില്ല, ആര് മാറ്റി നിർത്തുന്നു. ഓർത്തഡോക്സ് ആണ് ഇത്. ഈ രാജ്യങ്ങളിലെല്ലാം ഓർത്തഡോക്സ്. അവരെല്ലാം ഉണ്ട്, ഇവിടെ അണ്ടമാനമുണ്ട്. അറിയാം. അപ്പോൾ അവരുമായിട്ട്
കോണ്ടാക്ട് ചെയ്യാൻ തുടങ്ങി. ബിഷപ്പ്മാർക്ക് ഞാൻ എഴുതി. അത് വെസ്റ്റേൺ ഡയോസിസ് മാത്രം, കാലിഫോർണിയ ഇല്ലോ അല്ലെങ്കിൽ വെസ്റ്റ് ഹൂസ്റ്റണില മറ്റേ 1-2 ബിഷപ്സ്. അപ്പോൾ അവർക്കെല്ലാം വളരെ ഇൻട്രസ്റ്റഡാണ്. എന്നുവെച്ചാൽ അവർക്കും പക്ഷേ അവർക്ക് 2 സഭയ്ക്ക് മാത്രമേ ഉള്ളൂ ഇവിടെ പെറ്റി സെമിനാരി ഉള്ളത്. കോപ്റ്റിക്കുകാർക്കും ഈജിപ്റ്റ് ഈ ഗ്രീക്കുകാർ നമ്മുടെ കൂട്ടമല്ല, ഓറിയന്റലല്ല, എത്യോപ്യ ആയിരിക്കും അല്ലേ. 2 കോപ്റ്റിക്കുകാർക്കും പിന്നെ ആർമീനിയൻസ് ന്യൂയോർക്കിലൊരു പറ്റി. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. ബിഷപ്സ് പ്രത്യേകിച്ച് അർമീനിയൻ ആർച്ച് ബിഷപ്പ്, ലോസ് ആഞ്ചലസിലെ ബിഷപ്പ് അന്നേരം എനിക്ക് റിപ്ലൈ ചെയ്തു, എന്നെ എൻകറേജ് ചെയ്തോളൂ. അങ്ങനെയാണ് ഞാനത് കൂടാതെ എത്യോപ്യൻ ബിഷപ്പിൻ്റെ അരമന ലോസാനിലടുത്ത് അവർക്ക് മൊണാസ്ട്രിയാണ്, 10-75 ഏക്കറിലെ കൃഷിയും അതിൻ്റെ ഇടയ്ക്കാണ്. ആ ടൈപ്പാണ്. അപ്പോൾ അദ്ദേഹത്തെ പോയി കണ്ടായിരുന്നു. പുള്ളിക്കും വലിയ സന്തോഷം. അങ്ങനെ നമ്മൾ ഓർഗനൈസ് ചെയ്തു, രജിസ്റ്റർ ചെയ്തു. സാൻ ഫ്രാൻസിസ്കോയിൽ എത്യോപ്യൻ ബിഷപ്പ് വന്ന അന്ന് അദ്ദേഹത്തെ കൊണ്ട് ഒരു ഓപ്പണിംഗ് പ്രെയർ നടത്തിച്ചു ഒക്കെ ഉള്ള. അതുകൂടാതെ സിറിയൻ ബിഷപ്പ് കപ്ലാൻ തിരുമേനി, അദ്ദേഹമാണ് ഇതിൻ്റെ പ്രസിഡന്റ്. പിന്നെ ന്യൂയോർക്കിൽ താമസിക്കുന്ന തീത്തോസ് തിരുമേനി, ജെയ്ക്കബേറ്റ്സ് ബിഷപ്പ് തിരുമേനി ഭരണത്തിലായിപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ ഫുൾ എപ്പോഴും പറഞ്ഞിട്ടാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അന്ത്യോക്യൻ പാത്രികീസ് സാന്റിയാഗോയിൽ വന്നത്. സാന്റിയാഗോ ഇപ്പം അനുവാദം വേണമല്ലോ. അതുകൊണ്ട് പാത്രികീസ് എനിക്ക് നേരത്തെ പരിചയമുണ്ട്. ന്യൂയോർക്ക് ബിഷപ്പായിരുന്നു ഇപ്പോഴത്തെ പാത്രികീസ്. അപ്പോൾ എനിക്ക് അവിടെ സെമിനാരികളിൽ വെച്ചും ഫോർഡം യൂണിവേഴ്സിറ്റിയൊക്കെ വെച്ച് ഞങ്ങൾ പല സ്ഥലങ്ങളിൽ വെച്ച് കണ്ടു പരിചയമുണ്ട്. അതുകൊണ്ട് ഞാൻ സാന്റിയാഗോയിൽ ചെന്ന് ഞാനും മകനും എൻ്റെ മകൻ ഷമ്മാശൻ ഞങ്ങൾ പോയി കണ്ടു. ോടുള്ള നിൻ സർവ നന്മകൾക്കായി ഞാൻ എന്തു ചെയ്യേണ്ടു നിനക്ക് ശുഭര, ഇപ്പോൾ എന്തു ചെയ്യേണ്ടു നിനക്ക് ശുഭര. ബെർക്കിലി ഓറിയന്റൽ ഓർത്തഡോക്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ സംബന്ധിച്ച് പറഞ്ഞാൽ 3 കാര്യങ്ങളിലാണ് അത് ശ്രദ്ധ കൊടുത്തിരിക്കുന്നത്. ഒന്ന്, തിയോളജി പഠിക്കുക. തിയോളജി പഠിക്കുന്നതിന് നമുക്ക് അതിൻ്റേതായ സ്റ്റാഫ് ഇപ്പോൾ ഇല്ലെങ്കിലും അഡ്മിഷൻ കൊടുത്താൽ 9 സഭകളുടെ സെമിനാരികൾ ചേർന്നാണ് ഈ GTU ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. അതിൽ കത്തോലിക്കരുടെ 3 ഉണ്ട്, മറ്റ് ലൂതറന്, പ്രെസ്ബിറ്റേറിയന്, എപ്പിസ്കോപ്പൽ, ഇങ്ങനെ എല്ലാവരും ഉണ്ട്. അതുകൊണ്ട് MD, MA, PhD ഏതിന് അഡ്മിഷൻ കിട്ടിയാലും സ്റ്റുഡൻസിന് ഈ 9 സെമിനാരികളിലെയും സ്റ്റാഫുമായിട്ട് ക്ലാസ് എടുക്കാം. 9 സെമിനാരിലും കൂടെ 93 പ്രൊഫസേഴ്സ് ഫുൾ ടൈം ഉണ്ട്. അതുകൂടാതെ ഹൺഡ്രഡ്സ് ഓഫ് പാർട്ട് ടൈം പ്രൊഫസേഴ്സ് ഉണ്ട്. അങ്ങനെ ലോകത്തിലെ ഏറ്റവും വലിയ തിയോളജിക്കൽ ഒരു സ്ഥാപനമാണ് ഈ GTU എന്ന് പറയുന്നത്. അതിൽ ഈ രണ്ടാമത്തെ പബ്ലിക്കേഷൻസാണ്. പബ്ലിക്കേഷൻ ഞാൻ ആദ്യം എഡ്യൂക്കേഷനിലാണ് പബ്ലിക്കേഷൻ തുടങ്ങിയത്. ആദ്യം നോൺ വയലൻസ് ദ വേ ഓഫ് ദ ക്രോസ് അത് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞ് ഞാൻ ടൈംലെസ് ടീച്ചേഴ്സ് ആൻഡ് എത്തിക്കൽ വിഷൻസ് അത് ആൻഡ് എഡ്യൂക്കേഷണൽ പോളിസി 8 ലോകത്തിലെ വിദ്യാഭ്യാസ ചിന്തകരുടെ പഠിപ്പീരുകളാണ്. അതായത് ടോൾസ്റ്റോയി,
സെയിൻറ്റ് തോമസ് അക്വിനാസ്, ഇസ്ലാമിക് പ്രൊഫസേഴ്സ്, അൽ ഗസാലി, ഇബിൻ ഖാൽഡൂൺ, അവരൊക്കെ വലിയ ഇസ്ലാമിക് വലിയ സ്കോളേഴ്സാണ്. അവരുടെ പിന്നെ അമേരിക്കൻ ഫിലോസഫർ ജോൺ ഡൂയി, മഹാത്മാഗാന്ധി, പോളോ ഫ്രൈറി, സൗത്ത് ബ്രസീലിയൻ എഡ്യൂക്കേറ്റർ, ഇവരുടെ എല്ലാം ഓരോ ചാപ്റ്റേഴ്സാണ്. അങ്ങനെയാണ് ടൈംലെസ് ടീച്ചേഴ്സ്. എന്നിട്ട് അവസാനത്തതാണ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ആൻഡ് എഡ്യൂക്കേഷൻ പോളിസി എന്നുള്ള ചാപ്റ്റർ. അതിൽ ഉദാഹരണത്തിന് എക്കണോമിക് ജസ്റ്റിസ് ഉണ്ട്, സോഷ്യൽ ജസ്റ്റിസ് ഉണ്ട്, പിന്നെ ഇപ്പോഴത്തെ മോഡേൺ പ്രോബ്ലംസ് ഉണ്ടല്ലോ, ക്ലൈമറ്റ് ചേഞ്ച്, ഇങ്ങനെ അതെ അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ചോദിച്ചു. അതെ 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 ഇങ്ങനെ ഉള്ള വിഷയങ്ങളാണ് അതിൽ ഇതിൽ പിന്നെ വിശദീകരിച്ചിരിക്കുന്നത്. എഡ്യൂക്കേഷൻ പോളിസി. അപ്പോൾ ഞാൻ ഈ പുസ്തകം എഴുതുമ്പോൾ ന്യൂയോർക്കിലെ ഫോർഡം യൂണിവേഴ്സിറ്റി ചെന്നു. ഫോർഡം യൂണിവേഴ്സിറ്റി ഞാൻ ഈ വീക്കെൻഡിൽ ചെല്ലും, എൻ്റെ വീടിൻ്റെ അടുത്തായതുകൊണ്ട്. മറ്റേ കൊളംബിയ വരെ പോകുന്ന കുറച്ചുകൂടെ അകലമാണ്. അവിടെ ലൈബ്രറി ചെന്നപ്പോൾ ലൈബ്രറിയൻ ആക്സിഡൻ്റലി എനിക്കൊരു ബുക്ക് എടുത്തു തന്നു. അത് സെയിൻറ്റ് തോമസ് അക്വിനാസ് 1256 മുതൽ 59 വരെയുള്ള 3 വർഷങ്ങളിൽ എഴുതിയ ഡി മജിസ്ട്രോ എന്ന് ലാറ്റിൻ ആകുമ്പോൾ അതിൻ്റെ ടീച്ചർ എന്നുള്ള അർത്ഥമാണ്. ആ ടൈറ്റിൽ ഒരു ബുക്ക്, ചെറിയ ബുക്കാണ്, ലാറ്റിനും അപ്പോൾ ഇവിടെ പിന്നെ അതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനും ഒക്കെ ഉണ്ട്. അങ്ങനെ ഒരു പുസ്തകമുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി ഞാൻ ഗാന്ധിയനെ ഡീറ്റെയിലായിട്ട് പഠിച്ചോളല്ലോ, മറ്റുള്ളവരെ പറ്റിയും കുറേച്ചേ പഠിച്ചായിരുന്നു ഇപ്പം ഞാൻ പറഞ്ഞ വരെ. എന്നാൽ എനിക്ക് ഡീറ്റെയിലായിട്ട് ഈ അക്വിനാസ് എന്താണ് വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു. ഞാൻ ഓർത്തു 2-3 വർഷം മതിയായിരിക്കും അതൊന്ന് പഠിച്ച് എല്ലാം ഫുട് നോട്ട് എല്ലാം ശരിയാക്കണമല്ലോ, എൻ നോട്ട്സ് എല്ലാം ശരിയാക്കണം. ഞാൻ തുടങ്ങി. ആദ്യം എൻ്റെ ട്രാൻസ്ലേഷൻ തന്നെ 1-2 വർഷം എടുത്തു, ലാറ്റിനിൽ നിന്ന് ഇംഗ്ലീഷിലോട്ട്. അപ്പോൾ ട്രാൻസ്ലേറ്റ് ചെയ്ത ഗുണം, നമ്മളൊരു ഭാഷ അതിൽ എഴുതിയിരിക്കുന്നത് 100% മീനിങ് കിട്ടണമെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോഴേ പറ്റത്തുള്ളൂ. ട്രാൻസ്ലേറ്റ് ചെയ്യണം. ഞാൻ പണ്ട് POC മലയാളം ബൈബിൾ ട്രാൻസ്ലേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കറിയാം ഈ ട്രാൻസ്ലേഷൻ, അതായത് ഓരോ വാക്കിൻ്റെയും ഗ്രാമർ, ഏത് ടെൻസ്, അതിൻ്റെ പാസീവ് വോയിസ്, അതിൻ്റെ റിയൽ മീനിങ്ങിൽ കിട്ടണമെങ്കിൽ ട്രാൻസ്ലേഷൻ. അതുകൊണ്ട് ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്താണ് മനസ്സിലാക്കിയത്. 3-4 വർഷം കൊണ്ട് തീരുമെന്ന് വിചാരിച്ചു, പക്ഷെ 8 വർഷം എടുത്തു കംപ്ലീറ്റ് ചെയ്യാൻ. എന്നിട്ട് സാർ ഒരു ബുക്ക് എഴുതുകയാണ് അല്ലേ? അങ്ങനെയാണ് അതായത് ബൈബിൾ ഇൻ്റർപ്രിറ്റേഷൻ ചെയ്യുന്ന പോലെ അദ്ദേഹം എഴുതിയിരിക്കുന്ന ഓരോ ചാപ്റ്ററും 4ആയിട്ട് തിരിച്ചിരിക്കുക അദ്ദേഹം. അത് ഞാൻ ഇൻ്റർപ്രറ്റ് ചെയ്ത് എക്സ്പോസിഷൻ ആൻഡ് കമൻട്രി ആയിട്ട് എഴുതി ആണ് ഇപ്പോൾ തീർത്തിരിക്കുന്നത്. അതിൻ്റെ ഈ ബുക്കിന് എൻ നോട്ട്സോടെ കൂടെ വായിച്ചുകൊണ്ടെങ്കിലേ നമുക്ക് ശരിയായിട്ട് മനസ്സിലാകത്തുള്ളൂ. ടെസ്റ്റ് പഠിക്കുമ്പോൾ ഇങ്ങാവശ്യം എൻ നോട്ട്സ് പാരലായിട്ട് വായിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ അത് കളക്ട് ചെയ്യാൻ തന്നെ 1-2 വർഷം എടുത്തു. എന്നു വെച്ചാൽ അരിസ്റ്റോട്ടിൽ, പിന്നെ പോസ്റ്റീരിയർ അനലിറ്റിക്കൽ തിയറി, ഫിസിക്സിലൊക്കെ അതൊക്കെ പിന്നെ അക്വിനാസ് ഉപയോഗിച്ചിരിക്കുന്നത്. വിദ്യാഭ്യാസം അത് നമ്മൾ പഠിപ്പിക്കുമ്പോൾ ട്രാൻസ്ഫർ ഓഫ് നോളജ് ഉണ്ട്. അത് പ്രീ സ്കൂൾ പിള്ളേർക്ക്
പ്രീ സ്കൂൾ പിള്ളേരെ പഠിപ്പിക്കുന്നതും കോളേജിലെ ഗ്രാജുവേറ്റ് സ്റ്റുഡൻസിനെ പഠിപ്പിക്കുന്ന പ്രിൻസിപ്പിൾ ഒന്നാണ് ഈ ട്രാൻസ്ഫർ ഓഫ് നോളജിൻ്റെ. നമ്മളെ സ്റ്റുഡൻ്റ് എന്നല്ല, അതിൻ്റെ ഇപ്പം നമ്മളൊരു സംഗതി മനസ്സിലാക്കണ്ടേ. ഈ മനസ്സിലാക്കുക എന്നുള്ളത് സാഹചര്യങ്ങളാണ് സൃഷ്ടിക്കുന്നത്. സാഹചര്യങ്ങളെ സൃഷ്ടിച്ച് വെട്ടിച്ചാടിക്കുന്ന പോലെ ഈ മനസ്സിലാകുന്നു. നമ്മൾ പുതിയ തിയറി പഠിക്കുമ്പോൾ അപ്പോൾ ഇങ്ങനെയുള്ള സംഗതികളെ പിന്നെ ഒന്നില് ഏഞ്ചൽസിനെ പറ്റിയാണ്. ഏഞ്ചൽസ് ആ ചാപ്റ്ററിൽ തന്നെ ഒത്തിരി സൈക്കോളജി വിഷയങ്ങൾ പറയുന്നുണ്ട്. നമ്മുടെ സ്വപ്നം, മനുഷ്യൻ്റെ സ്വപ്നം. ഇപ്പം ഞാൻ നമ്മൾ നേരത്തെ ഉപയോഗിച്ചതല്ലല്ലോ, നമ്മൾ ബുക്കുണ്ടായിരുന്നു, നല്ലതായിരുന്നു. നമ്മൾ എസൻസ് ഓഫ് ഗോഡ് വേറൊരു ഉദാഹരണം. എസൻസ് ഓഫ് ഗോഡ് കണ്ടംപ്ലേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ആദ്യം ചോദ്യം ചോദിക്കുക അക്വിനാസ്. എന്നിട്ട് അതിൻ്റെ ഉത്തരമാണ് അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദൈവത്തിന് എസൻസ് ഓഫ് ഗോഡിനെ പറ്റിയുള്ള അഭിപ്രായം എന്നാ? നമ്മളെ എസൻസ് ഓഫ് ഗോഡ് ഉണ്ടോ? എങ്ങനെയാണ്? അല്ല, നമ്മൾ എന്നും ചൊല്ലുന്നുണ്ട്. ഒരു ഉദാഹരണം പറയാം. നൈസിൻ ക്രീഡിലെ സാരാംശത്തിൽ ദൈവത്തോട് സമനായിരിക്കുന്നത്, അതാണ് അതിൻ്റെ എസൻസ് ഓഫ് ഗോഡ്. ഹോമോസിയോ ഗ്രീക്കിൽ നമ്മൾ അതിൻ്റെ പാരൽ വേറാണ്. അപ്പോൾ അത് നമുക്ക് ഓർത്തഡോക്സുകാരുടെ നമ്മൾ ക്രൈസ്തവർ എല്ലാവരും ഉപയോഗിക്കുന്നതാണല്ലോ നൈസിൻ ക്രീഡ് എന്നും നമ്മൾ ചൊല്ലുന്നുണ്ട്. ഈ എസൻസ് ഓഫ് ഗോഡിനെ ഒരു വിശ്വാസിക്ക് ധ്യാനിക്കാൻ പറ്റുമോ എന്നുള്ള ഒരു ചോദ്യം. പക്ഷേ നമ്മൾ അതിൻ്റെ ഉത്തരവുണ്ടല്ലോ. ശനിയാഴ്ച രഹസ്യ പ്രാർത്ഥനയല്ലേ, 2-3 കൗമാകളിൽ ഇത് പറയുന്നുണ്ട്. അഗ്നിവാരയ്ക്ക് സമനായിരിക്കുന്ന നിന്നെ അടുത്ത് വരുവാൻ ഭയപ്പെടുന്നു എല്ലാവരും. അതിൻ്റെ അതേ സമയത്ത് ഞാൻ വ്രതത്തോടുകൂടി ഞാൻ നിന്നെ ധ്യാനിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ പൗരസ്ത്യ പിതാക്കന്മാരുടെ ചിന്തയിലും ഈ എസൻസ് ഓഫ് ഗോഡിനെ ധ്യാനിക്കുന്ന അനുഭവം, കണ്ടംപ്ലേഷൻ ഇന്നത്തെ പോലല്ല. പഴയ പഴയ വിശ്വാസികളുടെ ഈ പ്രാർത്ഥന, ധ്യാനം, കണ്ടംപ്ലേഷൻ എന്ന് പറയുമ്പോൾ അതിനേക്കാളും കൂടിയതാണ് ധ്യാനം. കണ്ടംപ്ലേഷൻ്റെ മലയാളം എന്നാണ് കണ്ടംപ്ലേഷൻ സാധാരണ ചെയ്യുന്നത്. പക്ഷെ ഇതങ്ങ് ധ്യാനിച്ചങ്ങ് ഇരിക്കുക, സ്വയം മറന്ന് മൗനവ്രതം എന്നാണ് ഈ പാമ്പാക്കുട്ട നമസ്കാരം ഉപയോഗിച്ചിരിക്കുന്നത്. മൗനവ്രതം അതാണ്. അപ്പോൾ നമുക്ക് സാധാരണ മനുഷ്യന്, വിശ്വാസിക്ക് ദൈവത്തെ ദർശിക്കുവാൻ കഴിയും. അതാണ് സഭാപിതാക്കന്മാർക്കൊക്കെ കഴിഞ്ഞിട്ടുള്ളതായ ഒരു വലിയ സംഗതിയാണ്. അങ്ങനെയാണ് ദൈവത്തെ കണ്ടിട്ടുണ്ടെന്നൊക്കെ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു നമ്മൾ എന്താ പറഞ്ഞു വന്നപ്പോഴാണ് ഇത് പറഞ്ഞു. ഞാൻ ഡി മജിസ്ട്രോ സെൻറ്റ് തോമസ് അക്വിനാസിൻ്റെ പറയുകയായിരുന്നല്ലോ. ആ രീതിയിലാണ് സെൻറ്റ് അക്വിനാസ് എഴുതി അത് എഴുതി തീർന്നു. അതുകൂടാതെ ടൈംലെസ് ടീച്ചേഴ്സ് ആൻഡ് എത്തിക്കൽ വിഷൻസ് എന്നുള്ള പുസ്തകം ഞാൻ 1912-13 പബ്ലിഷ് ചെയ്തു. ഇപ്പോൾ 1-2 വർഷം മുമ്പ് മനസ്സിലായി ബെസ്റ്റ് സെല്ലിംഗ് ബുക്കാണ്. അത് പബ്ലിഷർ എന്നെ അറിയിക്കേണ്ടിയായിരുന്നു. അതിന് പകരം അയാളെ ഇത് പുള്ളിയുടെ ഇൻഫോർമേഷൻ ഏജ് പബ്ലിഷിംഗ് കമ്പനിയായിരുന്നു. അത് കമ്പനി തന്നെ പുള്ളി വിറ്റിട്ട് വേറെ ആളുകളാണ്. ഇവിടെ നോർത്ത് കരോളിന എഡ്യൂക്കേഷൻ്റെ ബുക്സ് അവർ ഡീൽ ചെയ്യുന്നത്. അത് എഡ്യൂക്കേഷൻ്റെ ബുക്സ് അതുകൂടാതെ ഞാൻ പീസ് ആൻഡ് നോൺ വയലൻസ് സ്റ്റഡിയുടെ ബുക്കുകളാണ്. ആദ്യത്തെ ബുക്ക്
9/11 ഉണ്ടല്ലോ ന്യൂയോർക്കിലെ, അത് കഴിഞ്ഞ സമയത്താണ് ഇത് ഇങ്ങനെ ബുക്ക് ഒന്ന് ഇറക്കണമെന്ന് വിചാരിച്ചത്. ടെററിസം, റിലിജ്യൻ ആൻഡ് ഗ്ലോബലൈസേഷൻ, നോൺ വയലൻസ് എ ന്യൂ അജണ്ട. അത് വലിയൊരു ബുക്കാണ്, നമ്മുടെ ഇപ്പോൾ വെബ്സൈറ്റിൽ കാണാം. ആ ബുക്ക് ഞാൻ എഡിറ്റ് ചെയ്തു. അതിന് മുസ്ലിംസ്, ജൂസ്, ഹിന്ദുസ്, ജെയിൻ റൈറ്റേഴ്സ്, ഇവരെല്ലാവരും പലയിടത്തു നിന്ന് ഇങ്ങനെ കളക്ട് ചെയ്ത്, അന്ന് ഇത്രയും ഇമെയിലൊക്കെ ആയി വരുന്നേ ഉള്ളൂ. ഇത്രയും എല്ലാവരുടെ പ്രോസസ്സിനൊക്കെ ഇമെയിൽ അഡ്രസ്സൊക്കെ കിട്ടാൻ കൂടുതൽ വിഷമായിരുന്നു. ജേണലിലൊക്കെ നോക്കിയാണ് കണ്ടുപിടിച്ച്. ആ ബുക്കിന് ഇൻട്രൊഡക്ഷൻ എഴുതിയത് ആർക്കൻസാസ് യൂണിവേഴ്സിറ്റിയിലെ മിഡിൽ ഈസ്റ്റ് സ്റ്റഡിയുടെ ഹെഡ്, അദ്ദേഹം ക്രിസ്ത്യൻ മുസ്ലിമായത്. ബെർക്ക്ലിയിൽ PhD ചെയ്യുമ്പോൾ എപ്പിസ്കോപ്പലായിരുന്നു. പുള്ളിക്കാരന് മുസ്ലിമായി. മുസ്ലിംസിൻ്റെ ഒരു പ്രത്യേകത, അമേരിക്ക പല യൂണിവേഴ്സിറ്റികളിലും മുസ്ലിം സ്റ്റഡീസ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. അതിനെല്ലാം പണം സ്പോൺസർ ചെയ്യുന്ന പേർഷ്യയിലെ ഓരോ സുൽത്താൻസും അവിടെ രാജാവോ ആരാണ്, ബഹ്റിന്, സൗദി, എല്ലാ മറ്റ് രാജ്യങ്ങളെല്ലാം, വലിയ രാജ്യങ്ങളെല്ലാം അവരാ ഭയങ്കര ഫണ്ടാണ് കൊടുത്തിരിക്കുന്നത്. അത് പിന്നെ ടൊറൻറ്റോയിലെ വേറൊരു യൂണിവേഴ്സിറ്റി ഉണ്ട്, അവിടുത്തെ ഹെഡും മുസ്ലിം. അതാണ് അദ്ദേഹത്തിൻ്റെ ആർട്ടിക്കിളാണ് ഏറ്റവും ബെസ്റ്റെന്ന് എഡിറ്റർ പറഞ്ഞു. ഇവരൊക്കെ വലിയ എഴുത്തുകാരാണ്, അവർ എൻസൈക്ലോപീഡിയയിലൊക്കെ എഴുതുന്നവരാണ്, കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. അങ്ങനെയുള്ളവരെല്ലാവരും ആദ്യത്തെ ടെററിസത്തിൻ്റെ ബുക്കിലെ. അത് കഴിഞ്ഞ് രണ്ടാമതും ടെററിസം റിലേറ്റ് ചെയ്ത ഒരു ബുക്ക് എഴുതി. മൂന്നാമത്തെ ബുക്ക് ഗ്ലോബലൈസേഷൻ ആൻഡ് എക്കണോമിക് ജസ്റ്റിസ്. അത് 2019 അതിൻ്റെ വർക്ക് തീർന്നു. ഞാൻ യുണൈറ്റഡ് നേഷൻസിലാണ് അത് റിലീസ് ചെയ്തത്. UN-ൻ്റെ ഈ ന്യൂ ഐഡിയാസ് തോട്ട്, അതിന് തന്നെ ഒരു ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട് ലോകത്തിലെ ഓർഗനൈസേഷൻ. അത് നമ്മുടെ വെബ്സൈറ്റിലുണ്ട്. ആ ബുക്ക് റിലീസില്ല, ഇവിടെ നോക്കിയാൽ കിട്ടും. 2019 അത് റിലീസ് ചെയ്തു. അത് കഴിഞ്ഞപ്പോഴാണ് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സ്റ്റഡിയെ തുടങ്ങി. അപ്പോൾ ഇത് വലിയൊരു വിഷയമാകുമെന്ന് അറിയായിരുന്നു. അതുകൊണ്ട് അന്ന് 2020 അതിൻ്റെ പറ്റിയ ആളുകളെ കണ്ടുപിടിക്കാൻ തുടങ്ങി, പ്രൊഫസേഴ്സിന്. ഒരു ഇൻട്രൊഡക്ഷൻ എഴുതാനായിട്ട് പറ്റിയ ആളിന് അവസാനം ഞാൻ മിനസോട്ട യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറെ പിടിച്ചു. അവർ ബെർക്ക്ലിയിലുണ്ടായിരുന്ന ഹെർസ്ഫീൽഡ്. അവരാദ്യം സമ്മതിച്ചെങ്കിലും പിന്നീട് സമയമില്ല. 5-6 എണ്ണം വേറെ ഏറ്റിട്ടുണ്ട്, അത് കഴിഞ്ഞേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ടെഡ് പീറ്റേഴ്സിന് GTUവിൻ്റെ ഗ്രാജുവേഷൻ കാണുന്നത്. ടെഡ് പീറ്റേഴ്സായിപ്പോൾ ഇൻട്രൊഡക്ഷൻ ചെയ്ത്. അദ്ദേഹത്തെ പണ്ട് ഞാൻ അവിടെ പഠിക്കുമ്പോഴേ പരിചയമുണ്ട്. ലൂതറൻ തിയോളജിയിലാണ്, പക്ഷേ ചർച്ച് ഫാദേഴ്സിൻ്റെ വലിയ സ്കോളറാണ്. പുള്ളി സമ്മതിച്ചു. പക്ഷേ ഏകദേശം 5-8 മാസം വെയിറ്റ് ചെയ്തുകൊണ്ട് അവരൊക്കെ സ്ലോ ആണല്ലോ റൈറ്റിങ്, പക്ഷേ എല്ലാം ബാലൻസ് ചെയ്തൊക്കെ എഴുതുന്നത്. ആ ഒറ്റ ആർട്ടിക്കിൾ വായിച്ചാൽ ഇപ്പോൾ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പ്രോബ്ലംസും നമുക്ക് ഇപ്പോൾ എല്ലാം ജോലി ലോകത്തിൻ്റെ മുഴുവൻ എടുക്കുകയാണ്. പിന്നെ ഈ ഇവർ എന്നാ എൻ്റെ പേര് റോബോട്ട്. ആ റോബോട്ട് ഇപ്പം ബൈജിങ്ങിലിരുന്ന് ഡോക്ടർ ഡയറക്ഷനിൽ തിരുവനന്തപുരത്തോ എവിടെ സർജറി അങ്ങനെ ഒരാൾ മതി ഒരു ഹോസ്പിറ്റലിൽ നടത്താൻ. അപ്പോൾ ലക്ഷക്കണക്കിന് ആളുകളെ ജോലി പോകുന്നത് സഡൻ. അതാണ് ഇദ്ദേഹം ടെഡ് പീറ്റേഴ്സിൻ്റെ ഇങ്ങനെയുള്ള പോയിന്റുകളാണ്
പിന്നെ വെർച്യു, അതായത് സെൽഫ് ഡ്രൈവിംഗ് കാറ് പെഡിസ്ട്രിയൻസിനെ ഇടിക്കാതെ സ്റ്റോപ്പ് ചെയ്യണം, അതൊരു വെർച്യുവാണ്. അപ്പോൾ മറ്റ് സംഗതികളിലെ റീഡ് ചെയ്യാൻ തക്കവണ്ണം കോഡ് കണ്ടുപിടിച്ച് ആണ് ഈ ഗുഡ് ആൻഡ് ഈവിൾ ഈ വിഷയങ്ങളിൽ വെർച്യൂസ് പോലുള്ള ഇൻട്രൊഡ്യൂസ് ചെയ്താൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഡ്രോബാക്സ് കുറയ്ക്കാൻ പറ്റും. അങ്ങനെയാണ് ഒരു തിയറി. ഇപ്പം അതിന് നമ്പർ കൊടുത്ത് കോഡ് വെച്ച് അത് അങ്ങനെ ഞാനൊരു ഉദാഹരണം പറഞ്ഞേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ കളർ കോഡിങ് പോലെ. അപ്പോൾ അദ്ദേഹം ബെസ്റ്റ് ആർട്ടിക്കിളാണ്. ആ ബുക്ക് റിലീസായോ? അവിടെ കൊടുത്ത രണ്ടാമത്തെ ബുക്ക്, രണ്ടാമത്തെ ഞാൻ അസംഷനിലെ പ്രിൻസിപ്പാലിനാണ് കൊടുത്തത്. ഇത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അതിൽ നല്ല ആർട്ടിക്കിൾസ് ഉണ്ട്. ഒരു ചോദ്യം ചോദിച്ചാൽ, അന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ പറ്റി സാർ ഈ പ്രൊഫസർമാരോടൊക്കെ സംസാരിക്കുമ്പം അച്ഛൻ്റെ ഉള്ളിലുണ്ടായ ഒരു ഇതെന്തായിരുന്നു, എന്തായിരിക്കാനാണ് സാധ്യതയെന്ന് അച്ഛനെ അത് ഭീതിപ്പെടുത്തിയോ? അതെ, ഒരു ക്രൈസിസ്, ഒരു ചലഞ്ചായിട്ടാണ് വന്നു. കമ്പ്യൂട്ടർ വന്നപ്പോൾ ആളുകളെ എതിർത്തു പഴയ കാലത്ത്. അതെ, പക്ഷെ അതേ സിറ്റുവേഷൻ അല്ല ഇന്നിത്. ഇന്ന് നമ്മുടെ എല്ലാം അറിയാം. ഇവരെല്ലാം നമ്മളെ മനസ്സിൽ വിചാരിക്കുന്ന ഇവർ കണ്ടുപിടിച്ച് ബാങ്കിന്റെ അക്കൗണ്ടോ ഇന്റർനാഷണൽ സേഫ്റ്റി പോയി. അതുപോലെ നമ്മുടെ ട്രസ്റ്റ് കോൺഫിഡൻസ് സകലം പോകുന്ന പരിപാടിയാണ്. മനുഷ്യൻ്റെ എഫിഷ്യൻസി പോകും. ഇപ്പോൾ ഇതിൻ്റെ ഒരു സഭയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വിഷയം വിശ്വാസത്തിൻ്റെ പ്രശ്നമാണ്. ഇപ്പം പിള്ളേർക്ക് എവരിതിങ് ഈസ് പണമോ എവരിതിങ് ഉണ്ടല്ലോ, പിന്നെ എന്തിന് പള്ളിയിൽ പോകുന്നു എന്നുള്ള രീതിയാണ്. ഫ്രിഡ്ജിനകത്ത് സാധനങ്ങൾ ഇരിപ്പുണ്ട് കഴിക്കാൻ, അതെ, എന്താ ആവശ്യം. ബൈ ദ വേ, നമ്മുടെ ക്യാമറമാൻ റെഞ്ചി റോബോട്ടിക് സയൻസിൽ എഞ്ചിനീയറിംഗിൽ കമ്പനി ചിക്കാഗോ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. റോബോട്ടിക് നാട്ടിലെ വെറും ഇലക്ട്രോണിക്സ് ആണ്, പക്ഷെങ്കിൽ ഇവിടെ വന്ന് വളരെ ലക്കിയായിട്ട് അല്ല, അതിന്റെ എക്യുപ്മെന്റ്സ് ഏതാണ് ഉണ്ടാക്കുന്നത്. ന്യൂയോർക്കിൽ കാലിഫോർണിയയിലും ഉണ്ട് അതിന്റെ റോബോട്ടിക് ആകെ വലിയ പ്രശ്നമാകുക. ഇത് ലോകത്ത് വലിയ പ്രശ്നമാകുക. എന്തായാലും അച്ഛൻ അതിനെപ്പറ്റി ഒരു പുസ്തകം എഴുതാനും കാണിച്ച ധൈര്യം അത്ഭുതപ്പെട്ടിരിക്കുന്നു. കാരണം ഇത് ചെയ്യുന്നവർക്ക് പോലും മനസ്സിലാകാത്ത കാര്യങ്ങൾ അച്ഛനൊരു ബുക്കാക്കി കഴിഞ്ഞു. കണ്ടോണ്ടായിരുന്നു അത്. കാരണം നമ്മൾ പോലും മനസ്സിലാക്കി വരുന്നതല്ലേ ഉള്ളൂ എന്താണെന്ന്. ഇപ്പോഴല്ലേ ചാറ്റ് ജി പി ടി ഒക്കെ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് താങ്ക്സ്, പുള്ളിക്ക് ഒരു കോപ്പി കൊടുത്തു, 2 കോപ്പിയെ കൊണ്ടുവന്നുള്ളൂ. അച്ഛൻ എങ്ങനെ ഇന്നത്തെ പ്രോഗ്രാമിനെ പറ്റി അറിഞ്ഞതും ഇതിലോട്ട്? അത് ഞാൻ ഓൾറെഡി അലുമിനയിലുണ്ടായിരുന്നു. ഇത് ഇവരെ അഡ്വർടൈസ് ചെയ്തല്ലോ, ചെയ്ത് നാഷണൽ കോൺഫറൻസ് ആയിട്ട് ആണ് അനൗൺസ് ചെയ്തെങ്കിലും നാഷണൽ കോൺഫറൻസിന്റെ ഒരു ഇമ്പാക്റ്റ് വന്നില്ല ഇന്നത്തെ. അച്ഛനെ കണ്ടപ്പോൾ ഈ കുപ്പായത്തിൽ കണ്ടിട്ടുണ്ട്. ഞാൻ അച്ഛനോട് ചോദിച്ചില്ല, SB സ്റ്റുഡൻ്റ് ആയിരുന്നു. ഞാൻ SPയിലെ പ്രോഗ്രാംസ്, SP അലുമിനിയുടെ പ്രോഗ്രാംസ് ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടായിരുന്നു. 8-10 വർഷം ഐ വാസ് ഇൻവോൾവ്. അപ്പോൾ കാർഡിനൽ ആലഞ്ചേരിക്കാവ് വന്നപ്പോൾ ഭയങ്കര റിസപ്ഷൻ ഞങ്ങളോട്. അന്നൊക്കെ എൻ്റെ ഒരു ലീഡർഷിപ്പ് ഉണ്ടായിരുന്നു. പിന്നെ പല മീറ്റിങ്ങിന് ഞാൻ പോയിട്ടുണ്ട്. ഇവിടെ അങ്ങനെ പരിചയക്കാരൊന്നും വന്നില്ല. കഴിഞ്ഞ ആഴ്ച മാത്രം എന്നെ വിളിച്ചു ഭൂഷണിയിൽ നിന്ന് ജോൺ ചാക്കോ. ജോൺ ചാക്കോ അവിടെ ഉണ്ടായിരുന്ന, അവിടെ ന്യൂയോർക്കിൽ പോകുന്നുണ്ടോ? അങ്ങനെ ഇവിടെ വന്നപ്പോൾ അങ്ങനെയുള്ള പരിചയക്കാരില്ല, അത്രയും ആക്റ്റീവായിട്ട്. അത് പറഞ്ഞിരുന്നെങ്കിൽ പോയി നമുക്ക് ഇന്ന് പൊന്നൂരി സാറും മറ്റേ ചെറിയ സാറും ഒക്കെ ഉണ്ടായിരുന്നില്ല, പരിചയപ്പെട്ടില്ലേ ചെറിയ സാറിനെ? കുറച്ചുകൂടെ കെയർ ചെയ്തതിനായിരുന്നു. നോ പ്രോബ്ലം. അല്ല, കെയർ എന്നല്ല, നമ്മളെ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് പലരും വന്നില്ല, ഭൂഷണ ലാൽവി, അവർക്ക് കൂടെ
അവരുടെ ഒരു ലൈഫ് വന്നില്ലല്ലേ? ഒക്ലഹോമയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു, ഓർലിയൻസിൽ നിന്നുണ്ടായിരുന്നു. അവരെ ഒന്നും ഹൈലൈറ്റ് ചെയ്തില്ല എന്നല്ലേ? ഒരു സ്ലൈഡ് ആദ്യം ഇടാമായിരുന്നു. ഈ ഇവിടുന്നൊക്കെ ഉള്ളവർ ഒക്ലഹോമയിൽ നിന്നൊക്കെ വരുന്ന ഒരു സ്ലൈഡ് കൊടുത്താലേ നമ്മളെ മറ്റുള്ളവർക്ക് ഇരിക്കുന്നവർക്കൊന്ന് മനസ്സിലാക്കുമായിരുന്നു. ഓ ഇത് അപ്പോൾ നമ്മൾ ഇത് കഴിഞ്ഞു. ബട്ട് എനിവേ അപ്പോൾ അങ്ങനെ 7 ബുക്ക് റിലീസ് ചെയ്തു. ഇനി എഴുതണം അല്ലേ? ഇപ്പോൾ ഒരെണ്ണം ഉണ്ട്, ചെയ്തുകൊണ്ടിരിക്കുകയാണ് പലരും. അത് വയലൻസ് ആൻഡ് നോൺ വയലൻസ് ആൻഡ് റിലിജിയൻസ് ആണ്. അപ്പോൾ കൂടുതലും ഇപ്പോൾ ഏഷ്യയിലെ സൊസൈറ്റിയെ പറ്റിയാണ്. തൈവാനിലെ 3-4 പ്രൊഫസേഴ്സ്, ഏഷ്യ, ആഫ്രിക്ക എഴുതണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഡോക്ടർ MB ജോസഫ് എന്ന് പറഞ്ഞൊരു തിയോളജിനുണ്ട്, അവിടുത്തെ ഡീനായി ഏഷ്യ ഇന്തോനേഷ്യയിലെ. പുള്ളി നമ്മുടെ ഓറിയൻ്റൽ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പീസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബെർക്ലി എന്ന് പറഞ്ഞൊരു പ്രത്യേക ഒരു ഫൗണ്ടേഷൻ ഉണ്ട്, അതിൻ്റെ അഡ്വൈസറി ബോർഡിലുള്ള. അച്ഛൻ്റെ ഈ ബുക്കുകളിലൊന്നും ഇന്ത്യക്കാരുടെ റെഫറൻസ് എന്തെങ്കിലും വരാറുണ്ടോ? ഇന്ത്യ എന്നുള്ളവരുണ്ട്, എഴുതുന്നുണ്ട്. ഉണ്ട്, നമ്മുടെ കേരളത്തിൽ നിന്നുള്ളവരും. കേരളത്തിലെ ജോർജ് മാത്യു സോഷ്യൽ സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ന്യൂഡൽഹി, അദ്ദേഹം ആയിരുന്നു യുണൈറ്റഡ് നേഷൻസ് വെച്ച് ഗ്ലോബലൈസേഷൻ ആൻഡ് എക്കണോമിക് ജസ്റ്റിസ് എന്നുള്ള പുസ്തകം റിലീസ് ചെയ്തപ്പോൾ പുള്ളി ആയിരുന്നു. ഈ ബുക്കുകളിലൊക്കെ പ്രൊഫസർ ഒക്കെ എഴുതുന്നതെല്ലാം ഇവിടെ ഉള്ള ആൾക്കാർ, യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസേഴ്സ് ഒക്കെ അല്ലേ കൂടുതലും? ഇവിടെ നോക്കും അതിൻ്റെ എല്ലാവരും ഉണ്ട്. ഏറ്റവും അപ്രോപ്രിയേറ്റ് ഇതിപ്പം തന്നെ 3-4 പേരുണ്ട്. ഇപ്പോൾ ഈ ബുക്കില് ഡൽഹി സെന്റ് സ്റ്റീഫൻസിന്റെ പ്രിൻസിപ്പാൾ പുള്ളി എഴുതിയിട്ടുണ്ട്, ജോൺ. ഈ ബുക്കുകളെല്ലാം ആമസോണിലും കിട്ടും. ആമസോണുമായിട്ട് ഇപ്പോൾ എഗ്രിമെന്റ്. ആദ്യത്തെ ബുക്ക് പേര് പറഞ്ഞാല് ടെററിസം, റിലിജിയൻ ആൻഡ് ഗ്ലോബലൈസേഷൻ, നോൺ വയലൻസ്, എ ന്യൂ അജണ്ട. അതൊരു ബുക്ക്. രണ്ടാമത്തെ ബുക്കും ടെററിസം, റിലിജിയൻ, അത് കംപ്ലീറ്റ് ഇപ്പോൾ അങ്ങോട്ട് ഓർക്കുന്നില്ല, കമ്പ്യൂട്ടർ നോക്കിയാൽ കിട്ടും. തേർഡ് വണ് ഗ്ലോബലൈസേഷൻ ആൻഡ് എക്കണോമിക് ജസ്റ്റിസ്. ഫോർത്ത് വൺ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, സ്പിരിച്വാലിറ്റി ആൻഡ് ഗ്ലോബൽ പീസ്. ഇപ്പോൾ ഫിഫ്ത്ത് വണ് ഇറങ്ങുന്നത് വയലൻസ് ആൻഡ് നോൺ വയലൻസ് ആൻഡ് റിലിജിയൻസ്. അതെ, ഈ ബുക്കുകളൊക്കെ അച്ഛൻ എഴുതുന്നതിന് മുമ്പ് ആരോടെങ്കിലും ഡിസ്കസ് ചെയ്യാറുണ്ടോ എന്തെങ്കിലും ടോപ്പിക്കിനെ പറ്റിയോ? അയ്യോ, അതാ പ്രധാന പണി. അങ്ങനെ ഡിസ്കഷന് ഷേപ്പ് ചെയ്യണം നമ്മൾ തന്നെ മൈൻഡില്, ഇതിന്റെ ഷേപ്പിംഗ് അല്ലേ. അതൊരു വലിയ 2-3 വർഷം എടുക്കൽ. ഉറങ്ങാത്ത രാത്രികളുണ്ടല്ലേ? ഇത് ഭാരമല്ല, ഒരു എൻജോയ്മെന്റാ, ഭാരമായിട്ടല്ല. കമ്പ്യൂട്ടറൊക്കെ ഉള്ളതുകൊണ്ട് ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുമ്പോഴത്തേക്ക് അടുത്ത ക്വസ്റ്റ്യൻ മനസ്സിൽ വന്നു. സാറിന്റെ ഫാമിലി ഇതിൽ ഹെൽപ്പ് ചെയ്യാറുണ്ടോ എന്തെങ്കിലും കാര്യത്തിൽ? ഫാമിലി വന്നത് ഞാൻ എപ്പോഴും കമ്പ്യൂട്ടറിന്റെ മുമ്പിലാണ്. മോന് പിണക്കായി, പിള്ളേർ മൊബൈലിന്റെ മുമ്പിൽ ഇരിക്കുന്നതിലേക്ക് പോകില്ല. മകളെ കൊളംബിയയിൽ തന്നെ ഞാൻ പഠിച്ചിട്ട് അവിടെ തന്നെയാണ് MA മാസ്റ്റർ എഴുതി. ഞാൻ എന്നിട്ട് ഓക്സ്ഫോർഡിൽ പോയി PhD എടുത്തോളാൻ പറഞ്ഞു. പുള്ളിക്കാരത്തി MA കഴിഞ്ഞപ്പോൾ പരിപാടി നിർത്തി. എന്നെ പോലെ വേണ്ട, ഈ എപ്പോഴും വായനയും കമ്പ്യൂട്ടറിന്. മോനാണെങ്കിൽ ഒരു മാസ്റ്റേഴ്സ് എടുത്തു, കൊളംബിയയിൽ നിന്ന് മാസ്റ്റേഴ്സ് എടുത്തു, സെമിനാരിൽ പോയി MDU എടുത്തു. അത് കഴിഞ്ഞ് പഠിക്കാൻ MDCനോടൊപ്പം അങ്ങനെ ഒരു അങ്ങനെയുള്ള ഒരു ക്ലൈമറ്റ് ആണ് അങ്ങനെ. പക്ഷെ അച്ഛൻ എപ്പോഴും ഇത് തന്നെയാണ്. അടുത്ത ഇപ്പോൾ ഇതിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുക, പകുതിയായി. ഈ വർഷം അവസാനത്തിൽ തന്നെ ശരിയാക്കാൻ ചെയ്യും. അച്ഛൻ പഴയ വാഗത്താനത്തെ കാര്യങ്ങളൊന്നും ഓർത്താൽ എന്താണ് വാഗത്താനം, അല്ലെങ്കിൽ പഠിച്ച കാലഘട്ടം, ബസ് യാത്രകൾ, നാട്ടിലെ കാര്യങ്ങൾ എന്തെങ്കിലും ഓർമ്മയിലുണ്ടോ? പെട്ടെന്ന് ചോദിച്ചോ. വാഗത്താനം ഹൈസ്കൂൾ എന്ന് പറയുന്നത് 2-3 മൈലുണ്ടെന്നാണ് തോന്നുന്നു. ഞങ്ങൾ നാലിനൊക്കെ അതിർത്തിയിൽ നിന്ന് വാഗത്താനം ജെറുസലേം മൗണ്ട് ഹൈസ്കൂൾ അവിടെ പോകുമായിരുന്നു.
പിന്നെ ഒരു സാധാരണ സ്റ്റുഡൻ്റായിട്ട് ഇങ്ങനെ ഒന്ന് പോയി. അത് കഴിഞ്ഞ് 3 കഴിഞ്ഞു. BA ഒക്കെ ആയ പിന്നാണ് പഠിത്തത്തിൻ്റെ ഒരു അന്തരീക്ഷത്തിൽ മറ്റേ നമുക്ക് സ്കൂളിൽ പോയി പാസ്സാകുക. അത് കഴിഞ്ഞ് സെമിനാരി കഴിഞ്ഞ പിന്നാണ് പഠിത്തം സീരിയസ് ആയിട്ട്. സെമിനാരി കഴിഞ്ഞപ്പോഴാണ് PhD വേണം. അങ്ങനെയാണ് റിസർച്ചിന് ബാംഗ്ലൂർ പോകുന്നത്. പിന്നെ എം എക്ക് ഫസ്റ്റ് ഇയർ 2nd റാങ്ക് ഒക്കെ എടുത്തു. അത് അമേരിക്കയിൽ വളരെ സഹായിച്ചു അഡ്മിഷൻ കിട്ടാനും. ഓക്കെ, അങ്ങനെ സീരിയസ് ആയത്. ആദ്യകാലങ്ങളിൽ സീരിയസ് സ്റ്റുഡൻ്റ് അല്ല ഇനി. നാട്ടിലെ ഒഴുക്ക് അങ്ങനെ ആയിരുന്നു. നാട്ടിൽ ആകെ 2-3 പേർക്ക് ഫസ്റ്റ് ക്ലാസ് കിട്ടും, അവരങ്ങോട്ട് പോകും. ബാക്കിയുള്ളവരൊക്കെ ഉണ്ട് ബെഞ്ചിലിരിക്കാൻ. അതെ, അത്രേ ഉള്ളൂ. അതിനുള്ള ഇമ്പോർട്ടൻസ് വീട്ടിൽ നിന്ന് അങ്ങനെയുള്ള ഒരു വലിയൊരു ഒന്നും ഇല്ലല്ലോ. അച്ഛൻ്റെ പേരൻസ് ഒക്കെ എന്തായിരുന്നു? കർഷകരായിരുന്നു. കണ്ടമൊക്കെ ഉണ്ടായിരുന്നു. വീടിന് മുമ്പിൽ തന്നെയാണ്, വലിയ പാടമാണ്. വീട്ടിൽ കാളകൾ ഉണ്ടായിരുന്നു? അങ്ങനെ കാളകള് പഴയ കാലത്തുണ്ടായിരുന്നു. ഫാദറിന്റെ കാലമായപ്പോഴത്തേനില്ല. ഇല്ല, നമ്മൾക്ക് ആളെ കൂട്ടാൻ ആളെ അത് വലിയ വാത്താനത്തെ പ്രധാന ഫാമിലി ആയിരുന്നു. പക്ഷെ ഗ്രാൻഡ് ഫാദർ മരിച്ചു. അങ്ങനെയൊക്കെ വന്നപ്പം ഡൗൺ ആയി. ഫസ്റ്റ് ഉണ്ടെങ്കിലും ആകുമല്ലോ ആളുകൾ. അച്ഛൻ്റെ സഹോദരങ്ങളൊക്കെ എങ്ങനെയായി? എവിടെ വരെ? മൂത്ത ബ്രദറ് പോളിടെക്നിക്ക് പഴയ കാലത്ത് 1950 ആ ടൈമിൽ പാസ്സായി. SBL സ്റ്റുഡൻ്റാണ് പുള്ളി. നാട്ടകത്ത് തന്നെ ഉണ്ടായിരുന്നോ? എന്തോ നാട്ടകം പോളിടെക്നിക്കിൽ? അല്ല, കളിമശ്ശേരിയിലാണ്. ഒന്നും അന്നില്ല. അല്ല, അന്ന് പഠിച്ചത് കെമിക്കലായിരുന്നു പുള്ളി. എന്നിട്ട് കുവൈറ്റിൽ പോയി. കുവൈറ്റിൽ നിന്ന് പിന്നെ അവിടെയൊക്കെ ആയിരുന്നു, അബുദാബി. SBIയുടെ തന്നെ സ്റ്റുഡൻ്റ് ആയിരുന്നു. ഇൻ്റർമീഡിയറ്റ് കഴിഞ്ഞ് പിന്നെ പുള്ളി കൃഷിയിലോട്ടങ്ങ് മാറി. വേറൊരു ബ്രദറുമായിട്ട് മോനി ബാംഗ്ലൂർ. പുള്ളിക്ക് കോളേജിൽ പോകണ്ടെന്ന് പറഞ്ഞു. സിസ്റ്റേഴ്സ് ഒന്നും ഇല്ല? 3 പേരുണ്ടായിരുന്നു. അത് മൂത്ത സിസ്റ്റർ ആലുവയിലാണ് കെട്ടിച്ചില്ല. FICറ്റിലായിരുന്നു പുള്ളി കെമിസ്റ്റായിരുന്നു. പിന്നത്തെ ഒരു സിസ്റ്റർ കെട്ടിച്ചില്ല, അവിടെ ആശ്രമം. പിന്നെ ഇളയ സിസ്റ്റർ അസംഷൻ്റെ ഗ്രാജുവേറ്റ് ആണ്, മാത്സ് ടീച്ചറായിട്ട്. അന്ന് ഈ വാഗത്താനത്ത് ചങ്ങനാശ്ശേരിയിലോട്ട് വന്ന കോട്ടയത്തിന് ബസ്? ഇത് 10 സെന്റേ ഉള്ളൂ. ചങ്ങനാശ്ശേരിക്ക് 10 സെന്റേ ഉള്ളൂ. 10 സെന്റ്. അന്ന് തെങ്ങണേ വന്ന് മാറണ്ടേ? വേണ്ട, പാലച്ചോട്ടിയും തന്നെ ബസ്സുണ്ട്. ഞങ്ങളുടെ കോട്ടയത്തിലാകുമ്പോൾ അതിൻ്റെ ഇരട്ടിയില്ലെങ്കിലും ഏകദേശം വളവും തിരിവും കൂടുതലും. അത് തന്നെയല്ല, അന്ന് ഞാൻ BAക്ക് പഠിക്കുമ്പോൾ ബസേജസ് കോളേജ് ഇല്ല. അപ്പോൾ CMS കോളേജ് അത്ര പോപ്പുലറും അല്ല അവിടെ. ഞങ്ങളുടെ ഭാഗത്തുനിന്ന് എല്ലാവരും ചങ്ങനാശ്ശേരിക്ക്. SBIയിലെ NSS കിട്ടിയാലും ചങ്ങനാശ്ശേരിയിലോട്ട് വരും. അത് ശരി. ഇനിയും കാലിഫോർണിയയെ പറ്റിയും ഹ്യൂസ്റ്റണിനെ പറ്റിയും ചിക്കാഗോയെ പറ്റി പറഞ്ഞാൽ അച്ഛന് എങ്ങനെയാണ് ജീവിതം? ഞാൻ യൂണിവേഴ്സിറ്റി കാലിഫോർണിയ പറഞ്ഞേ, ബെർക്ക്ലി അങ്ങ് നിർത്താം. അപ്പോൾ UC ബെർക്ക്ലിയുടെ അവിടുന്ന് ഒരു ബ്ലോക്ക് മാറിയാണ് ഗ്രാജുവേറ്റ് തിയോളജിക്കൽ യൂണിയൻ. UC ബെർക്ക്ലി റിലിജിയൻ ഡിപ്പാർട്ട്മെൻറ്റ് ആയിട്ട് ഉള്ള അഫിലിയേഷനിലാണ് GTU തുടങ്ങിയത്. എന്നിട്ട് GTUയിലെ പ്രൊഫസേഴ്സ് അവിടെ UC ബെർക്ക്ലിയും പഠിപ്പിക്കും. അതുപോലെ UC ബെർക്ക്ലിയിലെ കോഴ്സുകളിൽ GTU സ്റ്റുഡൻസിനും രജിസ്റ്റർ ക്രോസ് രജിസ്ട്രേഷൻ ഉണ്ടല്ലോ, അതിന്നും ഉണ്ട്. ആ രീതിയിലാണ് അതിൻ്റെ ബന്ധം. അപ്പോൾ ഒരു അക്കാഡമിക് ലൈഫിലേക്ക് ഇഞ്ഞു കംപ്ലീറ്റ് ആയി 1980 മുതൽ. അവിടെ UC ബെർക്ക്ലിയെ പറ്റി അറിയാവോ? വലിയ യൂണിവേഴ്സിറ്റി സയൻറ്റിസ്റ്റാണ്, മുഴുവൻ സയൻറ്റിസ്റ്റ്. അതായത് ഒരു ബ്ലോക്കിലെ ഹൂസ്റ്റണിലുള്ള ജോ മാത്യു, അദ്ദേഹം അവിടെ എനിക്ക് തോന്നുന്ന കുരങ്ങിനെ എൻ്റെ തലച്ചോറ ഈ ലാബിൽ അവിടെ എക്സ്പെരിമെൻറ്റിലാണ് 1962 ചന്ദ്രനിലേക്ക്
ഇത് സ്പേസ് വിട്ട് അവിടെ അതിൻ്റെ എക്സ്പീരിയൻസ് നടന്നത്. ഓക്കെ. അതുപോലെ തന്നെ അനേക നോബൽ പ്രൈസ് വിന്നേഴ്സ് എപ്പോഴും ഉണ്ട്. 10-24 നോബൽ പ്രൈസ് വിന്നേഴ്സിൻ്റെ പാർക്കിംഗ് ലോട്ട് അവിടെയെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. നേർന്ന് കട വലിയ യൂണിവേഴ്സിറ്റിയാണ്. സ്റ്റുഡൻസ് ആണെങ്കിലും ഇന്ത്യയിൽ അമേരിക്കയിലെ ലോകത്തിലെ ഏറ്റവും ഈ ഇതിൻ്റെ ടെസ്റ്റിനുണ്ടല്ലോ GRE ടെസ്റ്റ്. പിന്നെ ബിസിനസ് സ്കൂളിലാണ് അതിൻ്റെ ടെസ്റ്റ് ഉണ്ടല്ലോ. അതിനെല്ലാം 100% തന്നെ ഉള്ളവരാ. ഇന്ത്യ പിന്നെ ഹൈസ്കൂൾ സ്റ്റുഡൻസ് വരുന്നതും അതുപോലെ ഹൈ അത്ര അക്കാദമിക്കാണ്. നമ്മുടെ ഈശോ സാറിനെ എത്ര വർഷം കൂടെ കാണുന്നത്? ഞങ്ങൾ ചിക്കാഗോയിൽ ഞാൻ വന്ന ഒരു മൂന്നാമത്തെ പ്രാവശ്യം. അത്ര സ്നേഹബന്ധമാണ് ഈശോ സാറ്. അതെ, ഞങ്ങൾ ബന്ധമുണ്ട്. മദറിൻ്റെ ഫാമിലി, ഞങ്ങളൊരു ഫാമിലി. ഈ സമയം നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് ഫാദർ KK കുര്യാക്കോസ് വാകത്താനത്തിൻ്റെ ജീവിത ചരിത്രവും അദ്ദേഹം എഴുതിയ ബുക്കുകളെ പറ്റിയും അദ്ദേഹത്തിൻ്റെ ദർശനങ്ങളെ പറ്റിയുമാണ്. അദ്ദേഹം ജാക്കബൈറ്റ് ഓർത്തഡോക്സ് സഭയിലെ ഒരു വൈദികനാണ്. നമ്മൾ കേട്ട കാര്യങ്ങളിൽ നമുക്കൊരു കാര്യം വ്യക്തമാണ്. അച്ഛൻ യഥാർത്ഥത്തിൽ സഞ്ചരിക്കുന്നതോടൊപ്പം ഇന്നത്തെ കാലത്തേക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളെയും വളരെ വിശദമായിട്ട് വിശകലനം ചെയ്ത് അത് ബുക്ക് എഴുതുവാൻ പ്രാപ്തനാണെന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഒരു വൈദിക ജീവിതം നയിക്കുന്ന അച്ഛൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ പറ്റിയും ഗാന്ധിജിയെ പറ്റിയും നമ്മുടെ വയലൻസിനെ പറ്റിയും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മളെ ഉത്ബോധിപ്പിക്കുന്നതിൽ നമുക്ക് ഒരുപാട് നല്ല അനുഭവങ്ങളാണ് അച്ഛൻ പറഞ്ഞു തന്നത്. അദ്ദേഹത്തിൻ്റെ സ്വന്തം നാട്ടുകാരനും ബന്ധുവായ ഈശോ സാറാണ് എന്നെ ഇന്ന് ഈ വീട്ടിൽ വരുത്തിയതും ഈ അച്ഛനുമായിട്ടുള്ള അഭിമുഖം തരപ്പെടുത്തി തന്നു. ഈശോ സാറിനോടുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. ഒപ്പം അച്ഛനോട് ഹ്യൂസ്റ്റൺ വോയിസിൻ്റെ നാമത്തിൽ എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. താങ്ക് യു സോ മച്ച് അച്ഛാ. താങ്ക് യു.